എന്റെ അപ്പ ഒരു ഡ്രൈവറാണേ. ഞാൻ ചെറുതായിരിക്കുമ്പോ ഒക്കെ അപ്പ എന്നെ ലോറിയിൽ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. അന്ന് ആസ് എ ടൈനി ഗേൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈക്ക് അന്നത്തെ ആ പ്രായത്തിൽ നമ്മുടെ കുഞ്ഞു മനസ്സിൽ അത്രയും വലിയ വണ്ടി പോകുന്നത് തന്നെ വലിയൊരു സംഭവമല്ലേ. പിന്നീട് വളർന്ന് കുറച്ചൊക്കെ വലുതായപ്പോ ഇടയ്ക്കൊക്കെ എപ്പോഴോ എന്റെ മനസ്സിൽ അപ്പ ഡ്രൈവർ ആണെന്ന് പറയാൻ ഒരു മടിയായി. അപ്പ എന്നെ പഠിപ്പിച്ചൊക്കെ ഏറ്റവും നല്ല സ്കൂളിലാണേ. എനിക്ക് ഓർമ്മ വെച്ച ടൈം മുതൽ ഹി ഹാസ് ഗിവൺ ദ ബെസ്റ്റ് ഫോർ മീ. അന്നത്തെ പ്രായത്തിന്റെ ആ തിളപ്പൊക്കെ വിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോ ആണ് എന്തോരം സഹിച്ചിട്ടാവും നമ്മളെയൊക്കെ വളർത്തിയതെന്ന് മനസ്സിലായത്. ഇന്ന് എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ടൈമാണ് അപ്പയും അമ്മയും ഇവിടെ ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇങ്ങോട്ടായിരുന്നു 2 years മുന്നേ. ആൻഡ് മേ ബി ഞാൻ അങ്ങനെ ചെയ്യുമെന്നൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ദേ വർ റിയലി ഹാപ്പി. ഇത്തവണ നാട്ടിൽ പോയപ്പോ വലിയ തിരക്കുകളൊന്നുമില്ലാതെ 2 ദിവസം ഫുൾ ടൈം വീട്ടിലിരിക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം. ഐ വാസ് സ്ലോലി ഒബ്സർവിങ് ദം. പ്രായമാവുന്നതിന്റെ ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും എന്നെ കരുതാൻ അവരെടുത്ത കുഞ്ഞു കുഞ്ഞു എഫേർട്സ് പോലും മെയ്ഡ് മീ ഹാപ്പിയർ. ആൻഡ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ എല്ലാ തിരക്കും കഴിഞ്ഞ് അപ്പനെ അമ്മയൊക്കെ വിളിക്കുന്നവരാണെങ്കിൽ പ്ലീസ് ഇനി മുതൽ ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് കൊടുക്കണേ. ഉള്ളിടത്തോളം കാലം നമ്മളാണ് അവരുടെ സന്തോഷം. നല്ല സമയം മുഴുവൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ചവർക്ക് വേണ്ടി നമ്മുടെ കുറച്ച് സമയം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് നേടിയാലും അതിന് ഒരു അർത്ഥവും ഉണ്ടാവില്ല. ആൻഡ് ഇപ്പൊ ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും എന്റെ അപ്പൻ ഒരു ഡ്രൈവർ ആണെന്ന്.